പരിപ്പ് വട, ചായക്കടയിലൊക്കെ കിട്ടുന്ന പരിപ്പ് വട നമുക്ക് വീട്ടിലെങ്ങനെ ഉണ്ടാക്കിയെടുക്കും നോക്കാം. ഞാനിതിനു വേണ്ടി കടലപ്പരിപ്പാണ് എടുത്തത്. കടലപ്പരിപ്പ് ഒരു 4-5 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെക്കണം. ഇനി വെള്ളമൊക്കെ ഡ്രെയിൻ ചെയ്ത് ഒരു മിക്സി ജാറിലേക്ക് മാറ്റി പൾസ് മോഡിലിട്ട് ഒന്ന് പൾസ് ചെയ്തെടുക്കണം. തരിതരിപ്പോടെയാണ് ക്രഷ് ചെയ്തെടുക്കേണ്ടത്. അതിൽ 1 ടേബിൾ സ്പൂൺ കടലപ്പരിപ്പ് മാറ്റി വെച്ച ശേഷം ഈ ക്രഷ് ചെയ്ത പരിപ്പ് മിക്സിൻ്റെ കൂടെ ചേർത്ത് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി എരിവിനാവശ്യത്തിനുള്ള വറ്റൽമുളക്, കരിവേപ്പില, ഇഞ്ചി, വെളുത്തുള്ളി, പെരിഞ്ജീരകം നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കണം. ഇനി ഈ മിക്സ് നേരത്തെ മാറ്റി വെച്ച പരിപ്പിൻ്റെ കൂടെ ചേർത്ത് കുറച്ച് ഉള്ളി, പച്ചമുളക്, മല്ലിയിലയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതേപോലെ എല്ലാ സ്ഥലത്തും മസാല എത്തുന്ന പോലെ മിക്സ് ചെയ്ത് കൊടുത്ത് അതിൽ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതേപോലെ റെഡി ആയി വന്നിട്ടുണ്ടാവും. ഇനി ഇതൊന്ന് കൈ കൊണ്ട് ഉരുട്ടി ജസ്റ്റ് ഒന്ന് ഫ്ലാറ്റാക്കി എടുക്കാം. ഇനി എണ്ണയൊക്കെ നന്നായി ചൂടായി വരുമ്പോൾ പരിപ്പ് വട ഓരോന്നോരോന്ന് ഇട്ടിട്ട് നല്ലോണം ഫ്രൈ ചെയ്തെടുക്കണം. ഫ്ലെയിം എപ്പോഴും മീഡിയം ഫ്ലെയിമിൽ വെക്കാൻ നോക്കണം, അല്ലെങ്കിൽ പരിപ്പ് വട കരിഞ്ഞു പോവും. ഇടയ്ക്കിടയ്ക്ക് തിരിച്ചും മറിച്ച് ഇട്ട് കൊടുക്കാൻ മറക്കരുത്. അപ്പോൾ വടയൊക്കെ നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പരിപ്പ് വട കോരിയെടുക്കാം.